ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ദൈവവചനം അന്വർത്ഥമാകുമാറ് ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പിശാചിൻ്റെ ആയുധമായി ജീവിച്ച റെനി ജോർജ് താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ ജീവപര്യന്തം തടവ് ശിക്ഷ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അനുഭവിക്കവേ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ലോകമെങ്ങും വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, തൻ്റെ അനുഭവ സാക്ഷ്യ മുഖാന്തരം എല്ലായിടങ്ങളിലും അനേകർ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുന്നു. ഒരു കാലത്ത് രക്തക്കറ പുരണ്ട തൻ്റെ കരങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുന്നു. 1980-കളിൽ മലയാളക്കരയെ, വിശേഷാൽ മധ്യ തിരുവിതാംകൂറിനെ നടുക്കിയ കരിക്കൻവില്ല കൊലക്കേസിലെ മുഖ്യപ്രതിയായ റെനി ജോർജ് അല്ലെങ്കിൽ മദ്രാസിലെ മോൻ തൻ്റെ അനുഭവ സാക്ഷ്യം ഇപ്പോഴും നാമുമായി പങ്കുവയ്ക്കുന്നു. നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് പ്രൈസ് മെലഡീസ് ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. 1980 ഒക്ടോബർ മാസം 6-ാം തീയതി എൻ്റെ ജീവിതത്തിലെ കറുത്ത ദിനമായി മാറി. ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും കൂടി മദ്രാസിൽ നിന്നും തിരുവല്ലയിലെത്തി എൻ്റെ ബന്ധുവായിരുന്ന കരിക്കൻവില്ലയിലെ ജോർജ് അങ്കിളിനെയും ആൻറ്റി റേച്ചലിനെയും കൊലപ്പെടുത്തിയ ദിവസമാണ്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ചെയ്ത ഈ ഏറ്റവും നീചമായ പ്രവൃത്തി ഒരിക്കലും നീതീകരിക്കുവാനാവില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കൊലപാതകിയായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ ചെറുപ്രായം മുതൽ മാതാപിതാക്കളിൽ നിന്നും അകന്ന് ദുർമാർഗിയായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ഒടുവിൽ ഏറ്റവും ഭയങ്കരമായ ഈ അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുകയായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ കൊലപാതകത്തിനു ശേഷം ഞങ്ങളുടെ ശരീരത്തിൽ വീണ ചോരത്തുള്ളികൾ വൃത്തിയാക്കുവാൻ ശ്രമിച്ചു. ഞങ്ങൾ പോയി കുളിച്ച് ഞങ്ങളുടെ വസ്ത്രമെല്ലാം മാറി ഞങ്ങളുടെ ശരീരത്തിലും വസ്ത്രത്തിലും പുരണ്ട ചോരക്കറകൾ കഴുകി വൃത്തിയാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ച ആ ശാപത്തിൻ്റെ കറ, ആ കറ മായ്ക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാനും എൻ്റെ സുഹൃത്തുക്കളും എത്രമാത്രം മദ്യപിച്ചിട്ടും വളരെ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും ഞങ്ങളുടെ മനസ്സുകൾ വളരെ ഭയങ്കരമായ അവസ്ഥയിലായി തീർന്നു. ഞങ്ങൾ ചെയ്തതായ ആ പ്രവൃത്തിയുടെ തിക്തമായ അവസ്ഥ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ 10ാമത്തെ ദിവസം ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. ലോക്കപ്പിലായപ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. ഇനി ഈ സമൂഹത്തിൽ എനിക്കൊന്നും നേടുവാനില്ല. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. എനിക്കിനി ഒരു ജീവിതമില്ല. ഭയങ്കരമായ ഒരവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു.
ഒടുവിൽ നീണ്ട 1 വർഷം 3 മാസക്കാലത്തെ വിചാരണയ്ക്ക് ശേഷം എന്നെയും എൻ്റെ 3 സുഹൃത്തുക്കളെയും ബഹുമാനപ്പെട്ട കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് സെൻട്രൽ ജയിലിലാക്കി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ കുറ്റവാളികളുടെ പട്ടികയിൽ 4 ചെറുപ്പക്കാരുടെ പേരുകൾ കൂടി ചേർക്കപ്പെട്ടു. എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നല്ല ഒരു സ്വീകരണം ലഭിച്ചു. ഞാൻ ഉൾപ്പെട്ട ഈ കേസിൻ്റെ വാർത്തകൾ ദിവസേന പത്രങ്ങളിൽ വായിച്ച് ഞങ്ങളുടെ വരവിനായി കാത്തിരുന്ന സെൻട്രൽ ജയിലിലെ തടവുകാർ ഞങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി വരവേറ്റു. സെൻട്രൽ ജയിലിലെ ഞങ്ങളുടെ ജീവിതം വളരെ ശോചനീയമായതായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ആ ഭയങ്കരമായ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുവാനോ അതിനെപ്പറ്റി ദുഃഖിക്കുവാനോ ഒന്നും ഞാനും എൻ്റെ സുഹൃത്തുക്കളും സമയം കണ്ടെത്തിയില്ല. അതിന് പകരമായി ജയിലിലും മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ച് ജയിലിലെ ഭീകരന്മാരായ കുറ്റവാളികളുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച് ഇനി എന്നെങ്കിലും പുറത്തു വരികയാണെങ്കിൽ ഏതു മാർഗത്തിലൂടെയും പണം സമ്പാദിച്ച് ആ പണം ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കുവാനായി ഞാനും എൻ്റെ സുഹൃത്തുക്കളും തീരുമാനിച്ചു. ഇതിനുവേണ്ടി പല പ്ലാനുകളും പദ്ധതികളും ജയിലിലെ മറ്റ് കൂട്ടുകാരുമായി ചേർന്ന് ഞങ്ങൾ ആവിഷ്കരിച്ചു. മയക്കുമരുന്ന് വിപണനമോ കള്ളനോട്ട് നിർമ്മാണമോ കള്ളക്കടത്തോ ബാങ്ക് കവർച്ചയോ എന്തു വേണമെങ്കിലും ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ജീവിതത്തിൽ സംഭവിച്ചതായ ഏറ്റവും ഭയങ്കരമായ അവസ്ഥയിൽ അല്പം പോലും മനസ്താപമില്ലാതെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അല്പം പോലും സ്നേഹമില്ലാതെ ഏറ്റവും കഠിനഹൃദയനായി എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങി. ഇങ്ങനെ ഏകദേശം 6 വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതിനോടിടയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാനൊരു തലവേദനയായി മാറി. മറ്റ് തടവുകാരെ സംഘടിപ്പിച്ച് ജയിലധികാരികൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവത്തിന് ഞാൻ ഉടമയായി തീർന്നു. എന്നെ അമർച്ച ചെയ്യുവാൻ വേണ്ടി ജയിലധികാരികൾ അവർക്കറിയാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു നോക്കി. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏകാന്ത തടവിനോ 3ാം മുറ മർദ്ദനങ്ങൾക്കോ എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം എന്നെ കൂടുതൽ കൂടുതൽ കഠിനഹൃദയനാക്കുവാൻ മാത്രമേ സഹായിച്ചുള്ളൂ. ഇങ്ങനെ ഒടുവിൽ കേരള സർക്കാർ എനിക്ക് 1 മാസത്തെ പരോൾ നൽകി എന്നെ പുറത്തേക്ക് അയക്കുവാനിടയായി തീർന്നു. ഈ സമയം എൻ്റെ ജയിലിലുള്ള കൂട്ടുകാരുമായി ചേർന്ന് ഞങ്ങൾക്ക് ജയിലിൽ ജീവിതം ആസ്വദിക്കുവാൻ ധാരാളം പണം ആവശ്യമായിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ധാരാളം പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗം ഞങ്ങൾ ആവിഷ്കരിച്ചു. ഇതിനായി ഞങ്ങൾ കണ്ടെത്തിയ മാർഗം ഒരു ബാങ്ക് കവർച്ച ചെയ്യുക എന്നതായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരു ബാങ്ക് കവർച്ച എന്ന ലക്ഷ്യത്തോടുകൂടി ജയിലിൽ നിന്നും പുറത്തു വന്നു. എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഞാൻ ഭവനത്തിൽ താമസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭയങ്കരമായ അവസ്ഥയിൽ മനം നൊന്ത് എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിവസങ്ങൾ തള്ളി നീക്കി. എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും ഞാൻ യാതൊരു വിലയും കൊടുത്തില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും എനിക്കിനിയൊരു മോചനമില്ല. എന്നെ സ്നേഹിക്കുവാനും എന്നെ ഉൾക്കൊള്ളുവാനും ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. പിന്നീട് ഞാൻ എന്തിനാണ് ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു എൻ്റെ ഒരു ചിന്ത. മറ്റൊരു ചിന്ത, ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുവാൻ ഒരവസരം മാത്രം ലഭിക്കുമ്പോൾ ഈ അവസരം ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളതാണ്.
ഇതിനു വേണ്ടി മദ്യവും മയക്കുമരുന്നും വില കൂടിയ കാറുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സുഖമോഹങ്ങളും ഞാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കണ്ണുനട്ടുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നു. ദൈവവചനത്തിൽ ഇപ്രകാരം ഞാൻ വായിച്ചിട്ടുണ്ട്: എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിനു മുമ്പേ എൻ്റെ ദൈവം എന്നെ അറിഞ്ഞിരുന്നുവെന്ന്. ഇത് സത്യമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. പിശാച് ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ജീവിതത്തെ വശീകരിച്ച് എന്നെ ഒരു അടിമയാക്കി തീർക്കുകയും എൻ്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്യാനാവുന്ന എല്ലാ നാശങ്ങളും ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒടുവിൽ എന്നെ ഒരു തികഞ്ഞ കൊലപാതകിയാക്കി മാറ്റി. ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റാണ് കൊലപാതകം. ദൈവം ജീവൻ നൽകുമ്പോൾ ജീവനെ എടുക്കുന്നത് പിശാചിന്റെ ജോലിയാണ്. കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് പിശാച് അഭ്യസിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെറുപ്രായത്തിൽ ഒരു മോഷ്ടാവാക്കി എന്നെ മാറ്റിയെങ്കിൽ പിന്നീട് എന്നെ ഒരു കൊലപാതകിയാക്കി മാറ്റുവാൻ പിശാചിന് കഴിഞ്ഞു. ഇങ്ങനെ ഞാനൊരു പിശാചിൻ്റെ ഏജന്റായി മാറി. ഞാൻ പൈശാചികമായ ഒരു ബന്ധനത്തിലായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിലേക്ക് ഞാൻ നീങ്ങുകയായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ എൻ്റെ ഭവനത്തിൽ എന്നെ അന്വേഷിച്ച് ഒരു വ്യക്തി കടന്നു വന്നു. ഞാൻ വിചാരിച്ചത് ഒരു ക്രിമിനലായ എന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി ആരോ എന്നെ അന്വേഷിച്ചു വന്നതാണെന്നാണ്. എന്നാൽ എന്നെ കാണുവാൻ വന്ന ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹവും എന്നെപ്പോലെ ദുർമാർഗിയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവുമായി ഒരു ബന്ധത്തിലായി തീർന്നതിൻ്റെ ഫലമായി താൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ ചെറുപ്പക്കാരൻ അദ്ദേഹം എന്നെ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു. എനിക്ക് മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ എന്നെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിച്ചു. എന്നെ മാനസാന്തരപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയും? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെട്ട് എല്ലാം അറിയാമായിരുന്നിട്ടും മനഃപൂർവമായി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് യാത്ര ചെയ്ത് ഒടുവിൽ ഒരു കൊലപാതകിയായി, ഒരു മോഷ്ടാവായി, ഒരു കൊള്ളക്കാരനായി മാറിയ ഏറ്റവും നീചനായ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ആർക്ക് കഴിയും? ദൈവം പോലും എന്നെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം ആരെയും ഉപേക്ഷിക്കുന്നവനല്ല. ദൈവം സ്നേഹത്തിൻ്റെ നിറകുടമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത് അളവില്ലാത്തതാണ്. ദൈവസ്നേഹം അതിരുകളില്ലാത്തതാണ്. അത് ഒരു ഉപാധികളും കൂടാതെ ഏതു പാപിയെയും സ്നേഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചത് ഈ എന്നെ വിളിച്ചത് കൊണ്ട് മാത്രം, ആ ചെറുപ്പക്കാരനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഞാൻ അദ്ദേഹത്തോടു കൂടെ പോയതാണ്. എന്നാൽ ആ സ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ ആക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ വളരെ ഉച്ചത്തിൽ ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറയുന്നു. അവർ തങ്ങളെ തന്നെ മറന്നുകൊണ്ട് അവർ ഉച്ചത്തിൽ പാടി സ്തുതിച്ച് ആരാധിക്കുകയാണ്.
ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ വെറുപ്പ് തോന്നി. കാരണം എന്നെ നിയന്ത്രിച്ചിരുന്നത് ലോകത്തിൻ്റെ പ്രഭുവായ പിശാചായിരുന്നല്ലോ. പിശാചിന് ഏറ്റവും വെറുപ്പുള്ളതും ഏറ്റവും ഭയമുള്ളതുമായ വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ അടിമയായിരുന്ന എനിക്കും എൻ്റെ ഉള്ളിൽ വെറുപ്പും നീരസവും ഉണ്ടായി. എന്നാൽ ഈ വ്യക്തികൾ അവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തോടു കൂടിയായിരുന്നു. ഈ ലോകത്തിലെ സകല ഉന്നതന്മാരെക്കാളും ഉന്നതനായ, ഈ ലോകത്തിലെ എല്ലാ ശക്തന്മാരെക്കാളും സർവശക്തനായ, ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തോട് സത്യത്തിലും ആത്മാവിലും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഈ വ്യക്തികളുടെ ആരാധന അതെൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ചു. എനിക്കവിടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് ഭയങ്കരമായ ഒരു ഭാരം അനുഭവപ്പെടുവാൻ തുടങ്ങി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒരു ദൈവവചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചാട്ടുളി പോലെ വന്ന് പതിച്ചു. ഒരുവൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ഈ വേദവാക്യം പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ഒരുപക്ഷെ വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ഈ വേദവാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചാട്ടുളി പോലെ വന്നു പതിച്ചു. എൻ്റെ ഹൃദയത്തെ അത് ഉടക്കി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ കരയുവാൻ തുടങ്ങി. എൻ്റെ ഹൃദയം തകരുവാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും നീചനായ മനുഷ്യൻ. അന്ന് വരെ ഞാൻ കരുതിയത് ഞാൻ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം സംഭവിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യേശു ക്രിസ്തു യാഗമായി തീർന്നത് എനിക്കും കൂടി വേണ്ടിയാണെന്ന് എനിക്കന്ന് മനസ്സിലായി. എൻ്റെ കല്ലായ ഹൃദയം അലിയുവാൻ തുടങ്ങി. ദൈവവചനത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ എനിക്ക് ഒന്നും മറുത്തു പറയുവാൻ കഴിഞ്ഞില്ല. ഞാൻ കരയുവാൻ തുടങ്ങി. തകർന്നു നുറുങ്ങിയതുമായ ഒരു ഹൃദയം എനിക്ക് ദൈവം തന്നു. എൻ്റെ ഏറ്റവും നീചമായ, എൻ്റെ ഏറ്റവും പാപമംഗലമായ ആ പഴയ ഹൃദയം എന്നിൽ നിന്നും എടുത്തു മാറ്റി. പകരം എനിക്കൊരു പുതിയ ഹൃദയം ദൈവം ദാനമായി നൽകി. എൻ്റെ പഴയ യജമാനനായ പിശാച് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. റെനി, നീ ഒരിക്കലും ഈ മാർഗത്തിലേക്ക് പോകരുത്. നീ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നിനക്കറിയാമോ? നീ ഒരു കൊലപാതകിയാണ്, നീ ഒരു കള്ളനാണ്. നിന്നെ ഉൾക്കൊള്ളുവാൻ, നിന്നെ അംഗീകരിക്കുവാൻ ഈ ലോകത്തിൽ ആരും മുന്നോട്ട് വരികയില്ല. നീ അതുകൊണ്ട് വെറുതെ ഒരു വൃഥാശ്രമം നടത്തേണ്ട ആവശ്യമില്ല. ഈ പിശാചിൻ്റെ ജോലി ഇതാണ്. ലോകത്തിൽ തങ്ങളുടെ പാപപ്രവൃത്തിയിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച് മുന്നോട്ട് വരുന്ന ജീവിതങ്ങളെ വെറുതെ വിടാതെ അവരുടെ പിന്നാലെ കൂടി അവരെ അപവാദം പറയുന്നവനാണ് ഈ പിശാച്. എന്നാൽ യേശുവിൻ്റെ രക്തം പിശാചിന്റെ അപവാദത്തെ തകർക്കുന്നു. യേശുവിൻ്റെ രക്തം ഒരു മനുഷ്യനെ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ പിന്നീട് പിശാചിന് അവിടെ ഒരു അവകാശവുമില്ല. യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തുകൊണ്ട് ഈ ലോകത്തിലെ സകല പാപങ്ങൾക്കും, ഈ ലോകത്തിലെ സകല പാപികൾക്കും മറുവില നൽകി. അതുകൊണ്ട് പിശാചിന് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് ഒരു ദിവസമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം ആ ദിവസം
ആ സമയം തൻ്റെ പ്രവൃത്തി വെളിവാക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ തകർന്നു പോകും. ഇതിനിടയായി തീർന്നത് അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ആ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അവർ വിദ്യാസമ്പന്നന്മാരല്ലായിരുന്നു, അവർ സമൂഹത്തിലെ ഉന്നതന്മാരല്ലായിരുന്നു, അവർ സമ്പന്നന്മാരല്ലായിരുന്നു. എന്നാൽ അവർക്ക് ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനായ, ഈ ലോകത്തിലെ സകലത്തിൻ്റെയും ഉടമയായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിൻ്റെ മക്കളായിരുന്നു അവർ ദൈവമക്കളായിരുന്നു. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. എൻ്റെ മാതാപിതാക്കളുടെ അനേക വർഷക്കാലത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. എൻ്റെ മാതാപിതാക്കളുടെ അനേക സുഹൃത്തുക്കളുടെ നീണ്ട കാലത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം അന്ന് മറുപടി നൽകി. എൻ്റെ യാതൊരു യോഗ്യതയുമല്ല, എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കള്ളനും കവർച്ചക്കാരനും കൊലപാതകിയുമായ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്നാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം മതിയായതാകുന്നു എന്നത് ദൈവവചനമാണ്. ദൈവവചനം ദൈവമാണ്, അത് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. ദൈവസന്നിധിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു: ദൈവമേ, എനിക്കൊരവസരം നൽകണമേ. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്നെ സഹായിക്കുവാൻ, എന്നെ അംഗീകരിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. എന്നാൽ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ അങ്ങ് കൈക്കൊള്ളണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി, അനുതാപത്തോടുകൂടി, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടുകൂടി ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചു. എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതാകുന്നു എന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നു. ദൈവവചനം മാത്രമാണ് ഈ ലോകത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഈ ലോകത്തിൽ മറ്റൊന്നും യാഥാർത്ഥ്യമില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ദൈവവചനത്തിലെ ഒരു വള്ളിക്കും ഒരു പുള്ളിക്കും വ്യത്യാസമില്ല. ദൈവവചനം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു. അന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. അവിടെ നിന്നും ഞാൻ പുറത്തേക്ക് വന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. അന്ന് മുതൽ എൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായി തീർന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന ദൈവവചനം അത് യാഥാർത്ഥ്യമാണ്. ഞാൻ നോക്കിയത് കാൽവറി ക്രൂശിലേക്കാണ്. ഞാൻ നോക്കിയത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്കാണ്. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് മുഖാന്തരം എൻ്റെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം അംഗീകരിച്ചു. എൻ്റെ കാലുകൾ ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം ഉറപ്പിച്ചു. എൻ്റെ വായിൽ ദൈവം ഒരു പുതിയ പാട്ട് തന്നു. ആ പാട്ടിൻ്റെ പേര് രക്ഷയുടെ ഗാനമെന്നാണ്. അന്ന് മുതൽ ഞാൻ ആ പാട്ട് പാടുവാൻ തുടങ്ങി. എനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം എല്ലാ മുക്കിലും മൂലയിലും നിന്നുകൊണ്ട് ഞാൻ ആ പാട്ട് പാടുവാൻ തുടങ്ങി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം രക്ഷ എന്ന ദാനമാണ്. അത് മലകൾ കയറിയാൽ കിട്ടുന്നതല്ല, അത് തീർത്ഥാടനങ്ങൾ നടത്തിയാൽ കിട്ടുന്നതല്ല, അത് ക്രിയകൾ നടത്തിയാൽ കിട്ടുന്നതല്ല, അത് വില കൊടുത്തു വാങ്ങുവാൻ കഴിയുന്നതല്ല. അത് സൗജന്യമായ രക്ഷ എന്ന ദാനമാണ്. ഇത് ലഭിക്കുന്നത് ആർക്കാണ്? ഒരു അർഹതയുമില്ലാത്തവർക്ക്. എൻ്റെ ഏക അർഹത എനിക്കൊരു അർഹതയുമില്ലായിരുന്നു എന്നതാണ്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയതായ
ആ ഭയങ്കരമായ പാപത്തിൻ്റെ ചുമട് അത് വലുതായിരുന്നു. എന്നാൽ യേശു കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ, നിന്റെ പാപഭാരത്തിൻ്റെ ചുമട് നീ അതെൻ്റെ കാൽച്ചുവട്ടിൽ വെക്കുക. ഞാൻ അതിനെ എന്നേക്കുമായി എൻ്റെ സ്നേഹമാകുന്ന സമുദ്രത്തിൻ്റെ അഗാധതയിൽ ഞാനതിനെ നിക്ഷേപിക്കാം. പിന്നീട് അതിനെ ആർക്കും അവിടെ നിന്നും പൊക്കിക്കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല. പിശാച് എന്നോട് പറഞ്ഞത്, റെനി, നീ ചെയ്ത പ്രവൃത്തി അതൊരിക്കലും ലോകം മറക്കുകയില്ല, ലോകം ഒരിക്കലും അതിനെ ക്ഷമിക്കുകയില്ല. എന്നാൽ എൻ്റെ യേശു കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ഞാൻ എന്നേക്കുമായി അതിനെ ക്ഷമിക്കുക മാത്രമല്ല, അതിനെ എന്നേക്കുമായി ദൈവസ്നേഹമാകുന്ന ആ സമുദ്രത്തിൻ്റെ അഗാധതയിൽ ഞാൻ അതിനെ നിക്ഷേപിക്കാം. നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സകലരും നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല മകനെ. എനിക്കത് മതിയായി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ സംഭവ വികാസങ്ങൾ മനുഷ്യർ മനസ്സിലാക്കി. അവർ പറഞ്ഞു, റെനി ജോർജ് മാനസാന്തരപ്പെട്ടു. എത്ര കാലം ഇത് നീണ്ടു നിൽക്കും? കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ പഴയ വഴിയിലേക്ക് തിരിച്ചു വരും. ചിലപ്പോൾ ചില ആഴ്ചകൾ നീണ്ടു നിൽക്കും, ചിലപ്പോൾ ചില മാസങ്ങൾ നീണ്ടേക്കാം. എന്നാൽ അവൻ ഒരിക്കലും സ്ഥിരമായി ഈ പാതയിൽ പോകുവാൻ കഴിയുകയില്ല എന്ന് ലോകം വിധി എഴുതി. എന്നാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ നായകൻ ഈ ലോകത്തിലെ നേതാക്കൾ ആരുമല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ഈ ലോകത്തിലെ മനുഷ്യരല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചത് എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവാണ്. എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പകുതി വഴിയിൽ വിട്ടുകളയുന്നവനല്ല എൻ്റെ യേശു ക്രിസ്തു. അതിൻ്റെ സമാപ്തിയിലേക്ക് അതിനെ നയിക്കുന്നവനാണ് എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു. ഞാൻ തിരികെ സെൻട്രൽ ജയിലിലേക്ക് കടന്നുപോയി. എൻ്റെ സുഹൃത്തുക്കൾ ആകാംക്ഷയോടുകൂടി എൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ബാങ്ക് കവർച്ച ചെയ്ത് ധാരാളം പണവുമായി വരാമെന്ന് വാഗ്ദാനം ചെയ്ത് പോയ റെനി ജോർജാണ്. റെനി ജോർജ് പരോളിൽ നിൽക്കുമ്പോൾ ഒരു ബാങ്ക് കവർച്ചയും നടന്നു. കൂട്ടുകാരെല്ലാവരും സന്തോഷിച്ചു. ഞങ്ങളുടെ കൂട്ടുകാരനായ റെനി ജോർജ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. എന്നാൽ റെനി ജോർജിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള ചെയ്യുവാൻ ഇടയായി തീർന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഓഫ് ഹെവൻ ആണ്. ഈ ലോകത്തിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാളും ഏറ്റവും വലിയ നിക്ഷേപങ്ങളുള്ളത് സ്വർഗീയ ബാങ്കിലാണ്. ആ സ്വർഗീയ ബാങ്ക് കൊള്ളയടിക്കുവാൻ റെനി ജോർജിനിടയായി തീർന്നു. സ്വർഗീയ ബാങ്കിലെ ഏറ്റവും വില കൂടിയ നിക്ഷേപം നിത്യജീവനാണ്. ഈ ഏറ്റവും വിലപിടിപ്പുള്ള ഈ ലോകത്തിലെ കോഹിനൂർ രത്നത്തിനേക്കാളും ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ രത്നത്തെക്കാളും വിലമതിപ്പുള്ള നിത്യജീവൻ അതിനെ അവകാശമാക്കുവാൻ റെനി ജോർജിന് കഴിഞ്ഞു. എന്നാൽ റെനി ജോർജിന്റെ കൂട്ടുകാർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. റെനി ജോർജ് പുതിയ മനുഷ്യനായ ആ കാലയളവിൽ തന്നെ ലോകത്തിന്റെ പ്രഭുവായ പിശാച് തൻ്റെ മറ്റു ചില അനുയായികളെ കൊണ്ട് കേരളത്തിലെ മറ്റൊരു ബാങ്ക് കൊള്ളയടിച്ചു. ഏകദേശം 50 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഈ ബാങ്കിൽ നിന്നും അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഇന്ന് വരെ ആ കേസിന് തുമ്പുണ്ടാക്കുവാൻ പോലീസ് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. റെനി ജോർജിന്റെ കൂട്ടുകാർ അവർ സന്തോഷിച്ചു, ഇത് റെനി ജോർജ് അല്ലാതെ മറ്റാരുമല്ല ചെയ്തത്. എന്നാൽ റെനി ജോർജിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, സമാധാനം, നിത്യജീവൻ കരസ്ഥമാക്കുവാൻ റെനി ജോർജിന് കഴിഞ്ഞു. ആ സന്തോഷവുമായി ആ സമാധാനവുമായി റെനി ജോർജ് സെൻട്രൽ ജയിലിലേക്ക് കടന്നുപോയി. റെനി ജോർജിന്
ഇനി പണത്തിന്റെ ആവശ്യമില്ല. റെനി ജോർജിന് ഇനി മയക്കുമരുന്നിന്റെ ആവശ്യമില്ല. റെനി ജോർജിന് ഇനി സ്നേഹിതന്മാരുടെ ആവശ്യമില്ല. റെനി ജോർജിന് ഒരു നല്ല സ്നേഹിതനെ കിട്ടി. ഒരിക്കലും വിട്ടുപിരിയാത്ത, ഏതാപത്തിലും വിട്ടുപിരിയാത്ത ഏറ്റവും ഒരു നല്ല സ്നേഹിതനെ യേശുക്രിസ്തുവിൽ കൂടി റെനി ജോർജിന് ലഭിച്ചു. ആ സന്തോഷത്തോടെ റെനി ജോർജ് തിരികെ ജയിലിലേക്ക് ചെന്നപ്പോൾ കൂട്ടുകാർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ പതിവ് പോലെ റെനി ജോർജിന്റെ അടുക്കിലേക്ക് ഓടി വന്നു. തങ്ങൾക്ക് ആവശ്യമുള്ള മയക്കുമരുന്നും പണവുമൊക്കെയായി കടന്നു വന്നിരിക്കുമെന്നുള്ള ധാരണയോടുകൂടി കടന്നു വന്നു. എന്നാൽ റെനി ജോർജിന്റെ കയ്യിൽ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം ഇരിക്കുന്നു. അവർക്ക് മനസ്സിലായി, ഇത് ക്രിസ്ത്യാനികളുടെ വേദപുസ്തകമാണ്. റെനി ജോർജിന് ഈ പുസ്തകവുമായി എന്ത് ബന്ധമാണുള്ളത്? റെനി ജോർജിനോട് അവർ ചോദിച്ചു, എന്താണ് റെനി? റെനി ജോർജ് ഇപ്രകാരം പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതിൽ, നിങ്ങളെ വിഷണ്ണരാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ ഇനി നിങ്ങളുമായി പഴയ ജീവിതത്തിൽ തുടരുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ ജീവിതം ഞാൻ ഒരാളുമായുള്ള ബന്ധത്തിലാക്കി തീർത്തു. എനിക്കിനി പഴയതുപോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ നായകൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിക്കുന്നത് യേശുവിൻ്റെ അനുയായിയായിട്ടാണ്, യേശുക്രിസ്തുവിൻ്റെ അടിമയായിട്ടാണ് ഞാൻ ഇനി ജീവിക്കുവാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ 33 വർഷങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു. എന്നാൽ ഇനി എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ അടിമയായി ഞാൻ ജീവിക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്കിനി പഴയതുപോലെ നിങ്ങളോടൊപ്പം കഴിയുവാൻ സാധ്യമല്ല. അവർക്ക് വളരെ നിരാശയായി. അവർ റെനി ജോർജിൽ ഒരു വലിയ നേതാവിനെ കണ്ടിരുന്നു. തങ്ങളെ നയിക്കുവാനും തങ്ങൾക്കാവശ്യമായ ഉപദേശങ്ങൾ തരുവാനും തങ്ങളുടെ വിഷയങ്ങളിൽ സഹായിക്കുവാനും ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ അവർക്ക് നഷ്ടപ്പെട്ടതിൽ അവർക്ക് നിരാശയുണ്ടായി. അവർക്ക് വളരെ ദുഃഖമുണ്ടായി. അവർ ഇപ്രകാരം എന്നോട് പറഞ്ഞു, റെനി, നിനക്ക് നിന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാതായിരിക്കുന്നു. അനേക വർഷങ്ങളായി മയക്കുമരുന്ന് ഉപയോഗിച്ച നിനക്ക് നിന്റെ മാനസിക നിലയ്ക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം വെറും തട്ടിപ്പാണ് റെനി. നീ ഇതിന്റെ പിന്നാലെ പോയി നിന്റെ വിലയേറിയ ജീവിതം, അവരുടെ ഭാഷയിൽ അവർ അങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് നല്ല ഭാവിയുള്ള ഒരു വ്യക്തിയാണ്. നിനക്കിനി വളരെ ജീവിക്കുവാനുണ്ട്. ഈ ലോകത്തിൽ അനേകം കാര്യങ്ങൾ നിനക്ക് ആസ്വദിക്കുവാനുണ്ട്. നീ വെറുതെ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകരുതെന്ന് അവർ എന്നോട് പറഞ്ഞു. എന്നാൽ അവരുടെ ആ നിർദ്ദേശങ്ങൾക്കൊന്നും എൻ്റെ മനസ്സിനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഈ ലോകത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി പിടിച്ചടക്കിയിരുന്നു. എൻ്റെ ജീവിതം ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി അതിനെ അവകാശം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്നെ അവകാശം പറയുവാൻ ഇനി ആർക്കും കഴിയുകയില്ല. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു. എനിക്കൊരു സുഹൃത്തുക്കളുമില്ലാതായി തീർന്നു. എന്നാൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഒരിക്കലും എന്നെ കൈവിടാത്ത എൻ്റെ യേശുക്രിസ്തു എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആഴ്ചകൾ, മാസങ്ങൾ മുന്നോട്ട് പോയി. ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചത് ഞാൻ എന്തോ ചില തട്ടിപ്പുകളുമായി കടന്നു വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ ചിന്തിച്ചത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ ജീവിതത്തിൽ മടുത്ത് വീണ്ടും അവരോടൊപ്പം ചേരുമെന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സന്തോഷം, യേശുക്രിസ്തുവിൻ്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിൽ പതറിപ്പോയില്ല. എനിക്ക് കൂട്ടിന് ദൈവവചനമുണ്ടായിരുന്നു. എനിക്ക് സഹായത്തിന് പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ആ ജയിലിൻ്റെ ഭീകര അന്തരീക്ഷത്തിൽ ഞാൻ കുലുങ്ങിപ്പോയില്ല. ആ കൂരിരുട്ടിൽ എനിക്ക് സഹായമായി എൻ്റെ ദൈവം എനിക്ക് വെളിച്ചം നൽകി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. ഏകനായി എൻ്റെ മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി.
എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ ചിലവഴിച്ചത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ്. ഏകാന്തതയിൽ രാത്രിയാമങ്ങളിൽ ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ ഈ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതത്തിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പോലും ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ദൈവമേ, നിന്റെ വഴികൾ എത്ര വലുതാണ്, നിന്റെ സ്നേഹം എത്ര വലുതാണ്, അങ്ങയുടെ ശക്തി ഏറ്റവും വലുതാണ്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം അത് പാപികളെ ശുദ്ധീകരിച്ച് അവരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഈ റെനി ജോർജിന്റെ ജീവിതത്തിൽ എന്തോ ചിലത് സംഭവിച്ചിരിക്കുന്നു. ജീവിതം മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിലെ സകല ദുർമാർഗങ്ങൾക്കുമായി ഒഴിഞ്ഞു വെച്ചിരുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ വ്യതിയാനം, ഇത് വലിയ ഒരു സംഭവമാണ്, ഇത് വലിയൊരു ശക്തിയാണെന്ന് അവർ മനസ്സിലാക്കി. അവർ ഓരോരുത്തരായി എൻ്റെ മുറിയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. അവർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആരംഭിച്ചു, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഒരു പാപിയുടെ മാനസാന്തരമാണ്. ഈ ലോകത്തിലെ മറ്റത്ഭുതങ്ങളൊന്നും അത്ഭുതങ്ങളല്ല, അതെല്ലാം ഈ ലോകത്തിലെ സൃഷ്ടികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടി മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയ സ്ഥാനത്ത് ആ അകന്നുപോയ മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവറിയിൽ യാഗമായി നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം അത് ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നു. യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ തൻ്റെ രക്തം പാപികളുടെ പാപത്തിന് ശുദ്ധീകരണം നൽകുന്നു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഈ ലോകത്തിലില്ല. വൈദ്യശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും സാമ്പത്തിക ശാസ്ത്രത്തിനും ഗണിതശാസ്ത്രത്തിനും കഴിയുവാൻ നൽകുന്നതേക്കാൾ ഉപരിയായ ഒരു വലിയ അത്ഭുതം ദൈവം ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിൽ കൂടി വെളിപ്പെടുത്തുന്നു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. പണം കൊണ്ട് കാര്യങ്ങൾ സാധിക്കാം, വിദ്യാഭ്യാസം കൊണ്ട് നേട്ടങ്ങൾ നെയ്തെടുക്കാം, ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് പലതും സാധിക്കാം. എന്നാൽ ഇതൊന്നും ദൈവത്തിൽ നിന്നും അകന്നുപോയ പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പര്യാപ്തമായതല്ല. എന്നാൽ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ കാൽവറിയിലെ രക്തം പര്യാപ്തമായി തീർന്നു. യേശുവിന്റെ നാമം അത് ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നാമമാണ്. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. യേശുവിന്റെ നാമം മനുഷ്യരെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തു കാൽവറിയിൽ തന്റെ ജീവനെ നൽകി ഈ ലോകത്തിന്റെ സകല പാപങ്ങളെയും വീണ്ടെടുത്തു. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഒരു അത്ഭുതങ്ങളുടെ പട്ടികയാണ്. എനിക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല, എനിക്ക് യാതൊന്നും അറിയില്ല. ഈ ലോകത്തിലെല്ലാം നഷ്ടപ്പെട്ട് തകർന്ന ജീവിതത്തിനുടമയായിരുന്നു ഞാൻ. എന്നാൽ തകർന്ന് തരിപ്പണമായ എൻ്റെ ജീവിതത്തെ യേശുക്രിസ്തു എന്ന കുശവൻ തൻ്റെ കൈകൾ കൊണ്ട് വീണ്ടും മെനഞ്ഞ് എന്നെ ഒരു പുതിയ പാത്രം, ഒരു മാനപാത്രമാക്കി തീർത്തു. എന്നെ ഒരു മാനപാത്രമാക്കി തീർത്തു എന്ന് മാത്രമല്ല, എന്നിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു. ഞാനൊരു പുതിയ മനുഷ്യനായി. ഞാൻ ദൈവത്തെ മാനിക്കുവാൻ തുടങ്ങി. എനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം എന്നെ രക്ഷിച്ച യേശുവിൻ്റെ നാമം ഉയർത്തുവാൻ തുടങ്ങി. യേശുവിൻ്റെ നാമം ഞാൻ ഉയർത്തിയപ്പോൾ ദൈവം എന്നെ ഉയർത്തുവാൻ തുടങ്ങി. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നു. ദൈവത്തെ മാനിക്കുവാൻ
ഒരൊറ്റ മാർഗം മാത്രം, ദൈവപുത്രനായ യേശുവിനെ ഉയർത്തുക. ദൈവപുത്രനായ യേശുവിനെ ഉയർത്തുമ്പോൾ ദൈവം ഏറ്റവും സന്തോഷിക്കുന്നു. ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ളത് ഒരു പാപിയുടെ മാനസാന്തരം. ഒരു പാപിയുടെ മാനസാന്തരം സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമുളവാക്കുന്നു. സ്വർഗത്തിലെ കമ്പ്യൂട്ടറുകൾ ചലിക്കുന്ന ദിവസമാണത്. സ്വർഗത്തിലെ കമ്പ്യൂട്ടറുകളിൽ പുതിയ പേരുകൾ രേഖപ്പെടുത്തുന്നത് ഈ ലോകത്തിൽ പാപികൾ മാനസാന്തരപ്പെടുമ്പോഴാണ്. ജയിലിൽ തലവേദനയായിരുന്ന റെനി ജോർജ് ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും പ്രീതിയുള്ളവനായിത്തീർന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് തലവേദനയായി ജീവിച്ച റെനി ജോർജ് ഉദ്യോഗസ്ഥന്മാരാൽ സ്നേഹിക്കപ്പെടുവാൻ തുടങ്ങി. തടവുകാർക്ക് മാതൃകയായി ജീവിക്കുവാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിൽ ആരംഭിച്ച പ്രാർത്ഥനകൾ മറ്റു തടവുകാർ കടന്നു വന്ന് എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ അതൊരു സമൂഹ പ്രാർത്ഥനയായി മാറി. ഞങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടുവാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി. ജയിലിനുള്ളിലെ ചാപ്പലിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ജയിലുദ്യോഗസ്ഥന്മാർക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഞങ്ങളെ ശാസിച്ചു നോക്കി. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി, ഈ ചെറുപ്പക്കാർ, ഇവർ ഈ ജയിലിലെ ഏറ്റവും ദുർമാർഗികളായ തടവുകാരായിരുന്നു. എന്നാൽ ഇന്നിവരുടെ ജീവിതത്തിന് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ പാടട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ എന്നവർ പറഞ്ഞു. അങ്ങനെ ജയിലിൽ ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടം വളരെ ശക്തമായ ഒരു ഫെലോഷിപ്പായിട്ട് മാറി. 1, 2, 3 ഇങ്ങനെ തടവുകാർ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ വകയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ആ സെൻട്രൽ ജയിലിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. പുറത്തുനിന്നും കടന്നു വന്ന് ജയിലിൽ ആരാധനകൾ നടത്തുന്ന ക്രിസ്തീയ പ്രവർത്തകരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ജയിലിൽ നിന്നും വളരെ തടവുകാർ മുന്നോട്ട് വന്നു. അവർ യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചു. പരിശുദ്ധാത്മാവ് അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ സ്പർശിക്കുമ്പോൾ ജീവിതങ്ങൾ തകരും. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയങ്ങൾ അവർ യേശുവിന്റെ കരങ്ങളാൽ തലോടലേൽക്കുമ്പോൾ, അവർ ആ ദൈവസ്നേഹത്തിന്റെ ആ കരളാനനം ഏൽക്കുമ്പോൾ അവർ പുതിയ മനുഷ്യരായി തീരുന്നു. അങ്ങനെ സെൻട്രൽ ജയിലിൽ അനേക തടവുകാർ പുതിയ മനുഷ്യരായി തീർന്നു. അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയി മിഷണറിമാരായി പുറത്ത് ജീവിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ 14 വർഷം 9 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അനേക തടവുകാർ 8 വർഷം 10 വർഷം കഴിഞ്ഞ് ജയിൽ മോചിതരായപ്പോൾ എനിക്ക് എന്തുകൊണ്ട് മോചനം ലഭിക്കുന്നില്ല എന്ന് അനേകർ ചിന്തിച്ചു. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എന്നെ രക്ഷിച്ച എൻ്റെ യേശു കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഞാൻ ജയിലിലായിരുന്നെങ്കിലും ഞാൻ സ്വതന്ത്രനായി തീർന്നിരുന്നു. 1987 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ സാക്ഷാൽ സ്വതന്ത്രനായി തീർന്നു. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും. ഞാൻ ജയിലിൽ നിന്നും മോചിതനായി തീർന്നത് 1995 ജൂൺ മാസം 23-ാം തീയതിയാണ്. എന്നാൽ 1987 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ എൻ്റെ പാപജീവിതത്തോട് വിട പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഞാൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നപ്പോൾ ഞാൻ സാക്ഷാൽ സ്വതന്ത്രനായി തീർന്നു. എൻ്റെ ജീവിതത്തിന്റെ മേൽ പിശാച് വലിഞ്ഞു മുറുക്കിയിരുന്ന ബന്ധനങ്ങൾ തകർന്ന് തരിപ്പണമായി ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. അതുകൊണ്ട് എനിക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വന്നില്ല. ജയിൽ ജീവിതം എനിക്കൊരു മിഷണറി ജീവിതമായി മാറി. അതെനിക്കൊരു മിഷൻ പ്രവർത്തനമായി മാറി. ജയിലിൽ പ്രാർത്ഥനകൾ നടത്തുവാനും ചെയിൻ പ്രയർ നടത്തുവാനും മറ്റു തടവുകാരുമായി സുവിശേഷം പങ്കുവെക്കുവാനും ദൈവം എനിക്കൊരു അവസരം തന്നു. എൻ്റെ ജയിൽ ജീവിതം
എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അധ്യായമായി തീർന്നില്ല. ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരുന്നു. എൻ്റെ ദൈവം എന്നെ മാനിച്ചു. ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ വിവാഹിതനായി തീർന്നു. എന്നെ പോലെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുവാൻ ഏത് പെൺകുട്ടി തയ്യാറാകും? എന്നാൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്നത് അത് യാഥാർത്ഥ്യമാണ്. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു: ദൈവം ഏകാകികളെ ഭവനത്തിൽ വസിക്കുമാറാക്കുന്നവനാണ്. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവനാണ്. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു: യേശു പാപികളുടെ രക്ഷകനാണ്. എനിക്കൊരു കാര്യം അറിയാമായിരുന്നു: യേശുവിന്റെ രക്തം സകല പാപങ്ങളും ശുദ്ധീകരിച്ച് പാപികളെ പുതിയ മനുഷ്യരാക്കി തീർക്കുന്നതാണ്. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം ഞാനിത് വിളിച്ചു പറഞ്ഞു. ആളുകൾ എന്നെ കല്ലെറിയാൻ വന്നു. അവർ പറഞ്ഞു, കൊലപാതകിയായ കള്ളനായ ഇവൻ എന്താണ് ഇതൊക്കെ പറയുവാനുള്ള അവകാശം? എന്നാൽ ഞാൻ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: നിങ്ങൾക്കൊരു പക്ഷേ എന്നെ കല്ലെറിയുവാൻ കഴിയും, എന്നാൽ എന്നെ രക്ഷിച്ച എൻ്റെ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ മുൾമുടി വഹിച്ച്, അവൻ അടിയേറ്റ് മുറിവേറ്റ്, അവൻ കുന്തം കൊണ്ടുള്ള മുറിവേറ്റ്, അവൻ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ അടിയേറ്റ് മുറിവേറ്റ്, അവൻ തകർന്നു തരിപ്പണമായി, അവൻ തൻ്റെ ജീവനെ ഈ ലോകത്തിന് വേണ്ടി നൽകി. ആ യേശു കർത്താവിൻ്റെ നിഴലിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ എറിയുന്ന കല്ലുകൾ എനിക്കല്ല കൊള്ളുന്നത്, എന്നെ രക്ഷിച്ച് എൻ്റെ യേശു കർത്താവിനാണ് കൊള്ളുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എറിയണമെങ്കിൽ നിങ്ങൾ എറിഞ്ഞുകൊള്ളൂ. ഞാൻ ധൈര്യത്തോടുകൂടി അവരെ നോക്കി പറഞ്ഞു. അവർ ആ കല്ലുകൾ ഇട്ടിട്ട് അവർ പുറകോട്ട് പോയി. അവരിൽ ചിലർ പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ആകൃഷ്ടരായി, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പുതിയ മനുഷ്യരായി തീർന്നുവെന്ന് എനിക്ക് പിന്നീട് അറിയുവാൻ കഴിഞ്ഞു. എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്നെ ഭവനത്തിൽ വസിക്കുമാറാക്കി. എനിക്കൊരു നല്ല തുണയെ എന്റെ ദൈവം തന്നു. എന്റെ ദൈവം എന്നെ മാനിച്ചു. എന്റെ ദൈവം എനിക്കെല്ലാം നൽകി. ചിലർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ അധികം സന്തോഷം എന്റെ ഹൃദയത്തിന് നൽകി. ഈ ലോകത്തിന്റെ ധനമോ ഈ ലോകത്തിന്റെ മാനമോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വിഷയം മാത്രമാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരുണ എനിക്ക് വേണം, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വേണം. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും മാത്രം എനിക്ക് മതി. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ്. ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മദ്യം ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ അധികം സന്തോഷം ഇന്നെനിക്ക് ദൈവസന്നിധിയിൽ ലഭിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ലഹരിയേക്കാൾ വലിയ ലഹരി ഈ ദൈവവചനത്തിൽ കൂടി എനിക്ക് ലഭിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരെക്കാൾ വലിയ മാന്യത ഇന്ന് എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ഈ ദൈവത്തെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? കരിക്കൻ വില്ല സംഭവത്തിൽ കൂടി പിശാച് 6 ജീവിതങ്ങളെ തകർത്തു. 2 ജീവിതങ്ങളെ കശാപ്പ് ചെയ്ത് ലോകത്തിൽ നിന്നും നീക്കി. 4 ജീവിതങ്ങളെ ജയിലിലാക്കി. എന്നാൽ സ്വർഗത്തിലെ ദൈവം സർവശക്തനാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. കരിക്കൻ വില്ല കൊലക്കേസ്
അത് ശിക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പ്രധാനിയായിരുന്ന സിബി മാത്യു സാറിനെ ദൈവം രക്ഷിച്ചു. റെനി ജോർജിനെ രക്ഷിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹം, റെനി ജോർജിനെ ശുദ്ധീകരിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം IPS പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യു സാറിനെയും രക്ഷിച്ച് ശുദ്ധീകരിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. കരിക്കൻ വില്ല കൊലക്കേസിലെ ഒന്നാം സാക്ഷിയായിരുന്ന ഗൗരി എന്ന ആ സ്ത്രീ, കരിക്കൻ വില്ലയിലെ ജോലിക്കാരിയായിരുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്ന ഗൗരി എന്ന ആ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു. റെനി ജോർജിനെ രക്ഷിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഗൗരി അമ്മയെയും രക്ഷിച്ച് ഒരു ദൈവ പൈതലാക്കി മാറ്റി. ഹല്ലേലൂയ! ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. റെനി ജോർജിനോടൊപ്പം ജയിലിൽ കഴിഞ്ഞ റെനി ജോർജിന്റെ കൂട്ടുപ്രതിയായിരുന്ന ഒരു മുസ്ലിം യുവാവായിരുന്ന ഗുലാം മുഹമ്മദിനെയും യേശു കർത്താവ് രക്ഷിച്ച് പുതിയ മനുഷ്യനാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്! എൻ്റെ ജയിൽ ജീവിതകാലത്ത് അനേക തടവുകാർ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നത് കാണുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു പാസ്പോർട്ടോ വിസയോ എടുക്കുവാൻ യോഗ്യതയില്ലായിരുന്ന എന്നെ എൻ്റെ ദൈവം ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ചു. കാരണം ദൈവവചനം അത് യാഥാർത്ഥ്യമാണ്. ശക്തി ലഭിച്ച ശേഷം യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരണമെന്നുള്ള യേശു ക്രിസ്തുവിന്റെ കൽപ്പന തൻ്റെ മക്കളിൽ കൂടി, തൻ്റെ സാക്ഷികളിൽ കൂടി ദൈവം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഈ റെനി ജോർജ് ഈ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. ഈ റെനി ജോർജിനെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം അയക്കുന്നത് റെനി ജോർജിന്റെ മാന്യത കൊണ്ടല്ല. റെനി ജോർജിന് ഒരു മാന്യതയുമില്ല, റെനി ജോർജിന് ഒരു യോഗ്യതയുമില്ല. എന്നാൽ റെനി ജോർജിന് ഒരു അവകാശമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. റെനി ജോർജിന് ഇപ്പോൾ ഒരു അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന പോലീസ് അധികാരികളുടെയും ജയിലധികാരികളുടെയും മുമ്പിൽ കൈകെട്ടി ഓച്ചാനിച്ച് നിന്നിരുന്ന റെനി ജോർജിന് ഇന്ന് ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെയും മുമ്പിൽ പോയി ഇരിക്കുവാനുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ്. ഏത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോടും മാന്യതയോടുകൂടി സംസാരിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ ലോകത്തിലെ ഒരു പത്മശ്രീക്കും, ഈ ലോകത്തിലെ ഒരു നോബൽ സമ്മാനത്തിനും, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഇത് നൽകുവാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനും മാത്രം കഴിയുന്ന ഒരു പ്രത്യേക വിശേഷതയാണിത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷിയാണ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവിക കോടതി മുമ്പാകെയാണ്. ഞാൻ ഇന്ന് ഈ സാക്ഷി പറയുന്നത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ലഭിക്കേണ്ടതിനാണ്. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന എൻ്റെ ഈ സാക്ഷിയുടെ മുമ്പാകെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ അംഗീകരിക്കണം. റെനി ജോർജ്, നിന്റെ സാക്ഷ്യം വളരെ നന്നായിരിക്കുന്നു. നീ വളരെ നന്നായി സംസാരിക്കുന്നു. നിനക്കിതൊക്കെ സംസാരിക്കുവാൻ എങ്ങനെ കഴിയുന്നുവെന്ന് ചിന്തിച്ച് നിങ്ങൾ ഇവിടെ നിന്നും കടന്നു പോയാൽ നിങ്ങൾക്കിതുകൊണ്ടൊന്നും ലഭിക്കത്തില്ല. എന്നാൽ എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ ആ ആണിപ്പാടുള്ള ആ കരങ്ങളിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ ആ മുൾക്കിരീടം വെച്ച ആ മുറിവേറ്റ തലയിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ? എൻ്റെ യേശുവിൻ്റെ തിരുശരീരത്തിൽ നിന്നും ഒഴുകുന്ന ആ ചൂട് രക്തത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്താം. എന്നാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ നാമം, യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും.
അതുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാമോ? യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കുവാൻ കഴിയുമോ? റെനി ജോർജ്, നിന്നെ രക്ഷിച്ച യേശുവിനെ എനിക്കും ആവശ്യമാണ്. നിന്നെ പോലെയുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുവാൻ ആ യേശു ക്രിസ്തുവിന് കഴിഞ്ഞെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ എനിക്കും ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ ഇന്ന് വലുതായി ചിന്തിക്കുന്ന നിന്റെ സുഹൃത്തുക്കൾ നിന്നെ വിട്ട് കടന്നു പോകും. നീ ഇന്ന് വലുതെന്ന് ചിന്തിക്കുന്ന നിന്റെ ബാങ്ക് നിക്ഷേപങ്ങൾ നിന്റെ കാൽച്ചുവട്ടിൽ നിന്നും മാറിപ്പോകും. നിനക്ക് താങ്ങും തണലുമായിരിക്കുന്നതെല്ലാം നിന്റെ മുമ്പിൽ നിന്നും മാറ്റപ്പെടും. എന്നാൽ ഒരിക്കലും മാറ്റപ്പെടുവാൻ കഴിയാതെ, ഒരിക്കലും മാറുവാൻ കഴിയാത്തതായി ഒന്ന് മാത്രം, അത് യേശുവിന്റെ സ്നേഹം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് കാൽവറിയിൽ തന്റെ ജീവനെ ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ബലിയർപ്പിച്ച യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തെ അവകാശം പറയുവാൻ കഴിയുകയുള്ളൂ. ആ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മധ്യസ്ഥത ചെയ്യുകയാണ്. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത നിനക്ക് ലഭിക്കണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച്, ഹൃദയത്തിൽ അംഗീകരിച്ച്, വായ കൊണ്ട് ഏറ്റു പറയണം. അല്ലാതെ ലോകത്തിൽ താന്തോന്നികളായി നടക്കുന്ന മദ്യപാനികൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും ലോകത്തിലെ ദുർമാർഗികൾക്കും വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത ചെയ്യുകയല്ല യേശുവിന്റെ ജോലി. തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ മക്കളായി തീരുന്നവർക്ക് വേണ്ടി മാത്രം മധ്യസ്ഥത ചെയ്യുന്നതാണ് എൻ്റെ യേശുവിന്റെ ജോലി. അതുകൊണ്ട് യേശുവിന്റെ മധ്യസ്ഥത നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. നീ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായിത്തീരും. നിന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ നീ ജീവിക്കുന്നുവെങ്കിലും സാഹചര്യം നിന്നെ മുക്കിക്കളയുകയില്ല. നിന്റെ തലയ്ക്ക് മീതെ അലറിയടിക്കുന്ന തിരമാലകൾക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നീ വിവാഹമോചനത്തിന്റെ വക്കീലായിരിക്കാം. ഒരുപക്ഷെ ഭയങ്കരമായ കടഭാരത്തിൽ നീ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരിക്കാം. എല്ലാവരും നിന്നെ വിട്ട് നീ ഏകയായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം. മാരകമായ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ട് നീ സകല ആശകളും അസ്തമിച്ച് വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ നീ നിസ്സഹനായി കഴിയുന്ന അവസ്ഥയിലായിരിക്കാം. എന്നാൽ എൻ്റെ യേശു ഏത് രോഗത്തിനും സൗഖ്യം നൽകുന്നവനാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നതോ ഒരു ഉയർന്ന ഉദ്യോഗം ലഭിക്കുന്നതോ ഒന്നുമല്ല ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന അവസ്ഥ. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം കഠിനമാക്കരുത്. ഇതാകുന്നു സുപ്രസാദകം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ തീരുമാനം എടുക്കുവാനുള്ള അവസരം ദൈവം നൽകുകയാണ്. റെനി ജോർജിന് നിങ്ങളുടെ യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ ഒരു വിവരങ്ങളും അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അറിയുവാൻ താല്പര്യമുള്ളവനാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലവും നിങ്ങളുടെ ഇപ്പോഴുള്ളതും നിങ്ങളുടെ വരുവാനുള്ളതും അറിയാവുന്ന ദൈവം ഇന്നിവിടെ സന്നിഹിതനായിട്ടുണ്ട്. ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ ഉയർത്താം. ഇനി നമ്മുടെ ജീവിതത്തിൽ നാം ദുഃഖിക്കേണ്ടവരല്ല. ശത്രുവായ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു അവകാശവുമില്ല. ഇത്രയും കാലം പിശാച് നമ്മുടെ ജീവിതങ്ങളെ വശീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ബന്ധനത്തിലാക്കി നമ്മുടെ ജീവിതങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് ആ അവസ്ഥയിൽ നിന്നും നാം മോചനം പ്രാപിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാലുകൾ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുവാൻ ഇടയാകാതിരിക്കട്ടെ. നിങ്ങൾ കൂരിരുട്ടിൽ അകപ്പെടുവാൻ ഇടയാകാതിരിക്കട്ടെ.
നീതിസൂര്യനായ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ പ്രകാശമുള്ളതായി തീരും. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദയവായി നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തി. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ഇപ്രകാരം യേശുവിന്റെ വകയായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കരങ്ങൾ ദയവായി ഉയർത്തി. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉയർന്നിരിക്കുന്ന കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഒരു കരം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സൗഭാഗ്യം, നിത്യജീവൻ, പാപത്തിൽ നിന്നുള്ള മോചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ കടന്നു വരുവാനും നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാനും എന്നെ സഹായിച്ച ദൈവത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദീനം രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നീനക്കുണ്ടോ വിശ്രമം, നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വരവിൽ നിന്നങ്കി ശുദ്ധമോ, ഏറ്റവും വെണ്മയായി കാണുമോ, സ്വപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാൻ, ജീവനീർ ഒഴുകുന്നു അശുദ്ധർക്കായി, കുളിച്ചു ശുദ്ധിയായി
രക്തത്തെ ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ